just me. ഹലോ, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. ഇന്ന് ഞാൻ വീട്ടിലൊറ്റയ്ക്കുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഞാൻ എന്താ പറയുക, എനിക്ക് വരുമ്പോൾ തന്നെ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് വെച്ചിട്ട് ടി വിയിൽ പാട്ട് പാടുന്നതാണ് ആ കേൾക്കുന്നത്. എന്തായാലും പിന്നെ ഞാൻ നേരെ പോയിട്ട് പൂ പറിക്കാനാണ് പോയത്. അപ്പം ഞാൻ അമ്മ കളൊന്ന് വൃത്തിയാക്കി എനിക്ക് മെഴുകി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടുക്ക് നമ്മൾ മുക്കുറ്റിയൊക്കെ വെച്ചു കേട്ടോ. ദെൻ നമ്മൾ പൂ പറിച്ച് കൊടുക്കുന്നതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇത് ഓൾറെഡി അമ്മ രാവിലെ പൊട്ടിച്ച് കാണുന്നത്, ഞാൻ എനിക്കിനായിട്ട് മുമ്പ് അമ്മ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വ്യാഴാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. സംഭവം എനിക്കിത് അപ്ലോഡ് ചെയ്യപ്പോഴാണ് ടൈം കിട്ടിയത്. സോ നമ്മുടെ വെള്ളിയാഴ്ചത്തെ ഓണ സെലിബ്രേഷൻ്റെ തലേ ദിവസത്തെ, അതായത് വ്യാഴാഴ്ച അന്നുള്ള വീഡിയോ ആണിത്. വെള്ളിയാഴ്ച ഓണ സെലിബ്രേഷൻ. അപ്പോൾ അതിൻ്റെ തിരക്ക് കാരണം കൊണ്ടൊന്നും ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ശനിയാഴ്ച. അപ്പോൾ ഇന്ന് ടൈം കിട്ടിയപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും നമ്മൾ പൂക്കളിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മുക്കുറ്റിയും തുളസിയാട്ടോ നടുക്കിൽ വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ മാങ്ങാനാരി എന്ന് പറഞ്ഞ പൂവാണ്, ആ യെല്ലോ കളർ ഞങ്ങളിവിടെ പറയുക. പിന്നെ നമ്മൾ നന്ദിയാർവട്ടം വെച്ചു. പിന്നെ വീണ്ടും നമ്മൾ മാങ്ങാനാരിയുടെ തന്നെ ഓറഞ്ച് കളർ വെച്ചു. ഇങ്ങനെയാണ് ഇവിടെ പറയുക പൂവിന് പേരൊക്കെ. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ വേറെ പേരായിരിക്കും. സോ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ടൈമൊന്നുമല്ല, അത്യാവശ്യം ലേറ്റായിരുന്നു പൂക്കളിട്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോയിസ് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും. സോ ക്ഷമിക്കുക. അതിനുശേഷം നമ്മൾ മീൻ പൊരിക്കാൻ പോകാം കേട്ടോ. സംഭവം ആദ്യം കാണിച്ചത് അമ്മ വീട്ടിൽ നിന്ന്, അമ്മന്ന് ഗുരുവായൂർ പോവാണ്. അപ്പോൾ ആ പോണേട്ടി മുമ്പാണ് എനിക്ക് കളൊക്കെ മെഴുകി തന്നത്. അതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായത്. അതാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. വീട്ടിൽ ഒറ്റയ്ക്കുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ പിന്നെ നേരെ പോയിട്ട് മേത്ത് എണ്ണയൊക്കെ തേച്ച് നല്ലൊരു കുളിയൊക്കെ കുളിച്ചിട്ടോ, മീനിൽ മസാലയൊക്കെ പരട്ടിയിട്ട്. പിന്നെ നമ്മൾ വന്നിട്ട് ഒരു കുറിയൊക്കെ വന്നിട്ട് നല്ല കുട്ടിയായി. പിന്നെ നമ്മൾ മീൻ വറക്കാൻ പോവുകയാണ്. ഇനി മീൻ വറക്കാൻ പോകുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ട്. സംഭവം വേറെ നല്ല കരിയാൻ പാടില്ലല്ലോ, നന്നായി തന്നെ വറുത്തെടുക്കണ്ടേ, ആ ഒരു സംഭവം. അപ്പോൾ എന്തായാലും നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഇത് റെസിപ്പി വീഡിയോ പോലെ ആയോ ഈശ്വര എൻ്റെ വീഡിയോ. ഓക്കെ, എന്തായാലും നമ്മൾ റെസിപ്പി ഒന്നും അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല. ഇതിലൊരു മണ്ടത്തരം പറ്റിയത് ഞാൻ പറയാം. ഞാൻ വെള്ളം തിളപ്പിക്കുന്ന ജീരകമാണ് ഇതിലിട്ടത്. ശരിക്കും ഇതല്ലാണ്ട് മറ്റേ ജീരകം വേണം ഇതിലിടാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മേനെ ചോദിച്ച സമയത്ത് ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു ഫോണ്. അത് കാരണം തന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങ് വറുത്തെടുത്തു. സംഭവം ഞാൻ ചെറുതായിട്ട് ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ലുക്കൊന്നും കിട്ടിയില്ലെങ്കിലും സാർ ഞാൻ വേപ്പിൻ്റെലൊക്കെ പൊരിച്ച് മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഔട്ട്ലുക്ക് കിട്ടിയില്ലെങ്കിലും ടേസ്റ്റ് അത്ര വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ജീരകത്തിൻ്റെ പ്രശ്നം എന്തായാലും കാണാനുണ്ട്. അപ്പോൾ രാവിലെ അമ്മ വെച്ച് പോയ ചെറുപയറും പിന്നെ തലേ ദിവസത്തെ മീൻ കറി ഞാൻ നേരത്തെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അതും അതുപോലെ തന്നെ മീൻ വറുത്തതും കൂട്ടിയിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ചോറ് തിന്നത്. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് കിട്ടി മീൻ വറുത്തത്. സംഭവം ആ പെരുംജീരകം, ആ ജീരകയിലേക്ക് എൻ്റെ പേര് കറക്റ്റായില്ലേ, അതല്ലാണ്ട് അമ്മ പറഞ്ഞ കറക്റ്റ് ജീരകം ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നെന്നാണ് അമ്മ പറഞ്ഞത്. എന്തായാലും നമ്മൾ ചോറ് കൂട്ടി ആദ്യം തന്നെ അത് കഴിച്ചു, മീൻ വറുത്തത്. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എങ്കിലും എന്തോ തകരാറുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ചോറ് ഫുള്ള് തിന്നു. പിന്നെ 2-3 പാർലേജ് തിന്നു. പിന്നെ വൈകുന്നേരം അമ്മ വന്നപ്പോൾ പാൽപ്പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരമ്പലത്തെ പാൽപ്പായസം, ദാറ്റ് വാസ് മൈ ഫേവറേറ്റ്. സോ എനിക്ക് അമ്മയ്ക്ക് ഓരോ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ നേരെ പോയി ആ പായസം കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് ടൗണിൽ പോയായിരുന്നു. അവിടെ നിന്ന് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വന്നിട്ട് നമ്മൾ നാളത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അത്രയൊക്കെ തന്നെയുള്ളൂ.